ദാ കണ്ടാ രാവിലെ വീട്ടിൽ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും എല്ലാം ഉണ്ടായിട്ടു ഞാൻ കഴിച്ചത് മധുരൂടാത്ത ഓട്സിൽ ഈത്തപ്പഴവും റോബസ്റ്റ പഴമെല്ലാം മുറിച്ചിട്ടിട്ടാണ്. ഇടയ്ക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കഴിക്കണം. വെറും ചിക്കനും മട്ടനും മാത്രം കഴിച്ചാൽ പോരാ. അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് ഏകദേശം ഒരു 11 മണിയായാലോ ഒരു കല്യാണത്തിന് പോയേ. പാം 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 പാം. അങ്ങനെ മ്യൂസിക്കെല്ലാം കേട്ടിട്ട് കുറച്ച് നേരം കല്യാണമെല്ലാം കണ്ടിട്ട് ആടെ അങ്ങനെ ഇരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് സദ്യ വിളമ്പാൻ തുടങ്ങി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നപാടന്നെ ഞാൻ അപ്പാടന്നെ എണീച്ചിട്ട് സദ്യ കഴിക്കാൻ പോയി. എന്നത്തെയും പോലെ ഇന്നും എൻ്റെ തോന്നൽ തെറ്റിയില്ല. അപ്പാടന്നെ കൈയെല്ലാം കഴുകിയിട്ട് ആടെ ഇരുന്നേ. ഫസ്റ്റ് ട്രിപ്പിന് തന്നെ ഇരുന്നിട്ട് സദ്യ കഴിക്കുന്നത് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. അത് ഒരിക്കലും സെക്കൻഡ് ട്രിപ്പിന് ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെയാണ് ഇരുന്നിട്ട് ചോറും സാമ്പാറിലും കൂടെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ പച്ചടി കൂട്ടി വെച്ച്, കൂട്ടുകറി കൂട്ടി വെച്ച്, പിന്നെ അവിയൽ കൂട്ടി വെച്ച്, പപ്പടം പൊടിച്ച് ചേർത്ത്, നാരങ്ങക്കറി കൂട്ടി, പിന്നെ പുളി ഇഞ്ചി നാരങ്ങ അച്ചാർ, ഓലൻ കാളൻ പൈനാപ്പിൾ പച്ചടി ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ച് തീർത്ത ശേഷം സദ്യയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് അഥവാ ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മധുരമായിട്ടുള്ള ആ ഭാഗത്തോട്ടേക്ക് അങ്ങോട്ട് കടന്ന് 2 പായസം ഉണ്ടായിരുന്നത്. പ്രഥമനും ഉണ്ടായിരുന്നു, പിന്നെ പാലടയും ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ആ കറിയെല്ലാം പെരങ്ങിയിട്ടുള്ള വാഴയിലില്ലേ അതിൻ്റെ അകത്തോട്ടേക്ക് അങ്ങോട്ട് വെച്ചിട്ട് രണ്ടും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ചേർത്ത് എന്നിട്ട് ഒരു പപ്പടവും പൊടിച്ച് ചേർത്ത്. ഒരു ഫുൾ പപ്പടമൊന്നും കിട്ടിയില്ല, ഒരു കഷ്ണം ബാക്കിയുള്ളത് അതിനായിട്ട് മാറ്റി വെച്ചിരുന്നു. അതങ്ങോട്ട് പൊടിച്ച് ചേർത്തേ. പിന്നെ ആ ലേശം അച്ചാറാ ഇലേൻ്റെ സൈഡിൽ കൂട്ടിയത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആ പായസത്തിലോട്ടേക്ക് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇനി എന്തിനാ പാടെ നിന്നിട്ട് വെറുതെ സമയം കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ആ പാടനെ ആടന്നിറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മളൊരു കുടുംബക്കാരൻ്റെ വീട്ടിൽ പോയി. ആടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ ശേഷം ഒരു 5 മണിയാകുമ്പോൾ ഞാനൊന്ന് കണ്ണൂർ ടൗണിലോട്ട് ഇറങ്ങിയേ. ഇനിയിപ്പോൾ ഇത് മഴക്കാലമായിട്ടാണോ എന്നൊന്നും അറിയില്ല. വെറുതെ ഇറങ്ങിയാലും എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങിയാലല്ലോ ഇപ്പം ഭയങ്കര വിശപ്പാപ്പ. അങ്ങനെ ചെറുങ്ങനെ വിശന്നേരം ലൈറ്റായിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണൂരിലെ എൻ്റെ ഒരു ഫേവറേറ്റ് തട്ടുകടയിൽ പോയി. ഇവിടെ അങ്ങനെ കുറേ ഐറ്റംസൊന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 3 4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആടെ പോയി. എന്നിട്ട് ആടുന്ന് 2 ദോശയും പറഞ്ഞ്, ഒരു കഷ്ണം പുട്ടും പറഞ്ഞ്, പെപ്പർ ചിക്കനും പറഞ്ഞ്, പിന്നെ 5 കാടമുട്ടയും പറഞ്ഞ്, പിന്നെ ഒരു പൊരിച്ച കോഴിയും പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ചായ കുടിക്കാനല്ലേ വന്നിനി, പക്ഷേ ചായ മാത്രം പറഞ്ഞിട്ടില്ലേ. ഇവിടുത്തെ ചുക്ക് കാപ്പി ഒരു ഉഷാറായിട്ടാണ് കേട്ടോ. പക്ഷേ ഞാനതും പറഞ്ഞിട്ടില്ല, കാരണം അതിൻ്റെ അകത്ത് വെല്ലം ഉണ്ടാവും. ഞാൻ പറ്റുന്നത്ര മധുരം മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നത് കൊണ്ടാണ് അത് പറയാണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ പ്ലേറ്റുമായിട്ട് തൊട്ടിപ്പുറത്ത് ഒരു പോസ്റ്റ് ഉണ്ട്, ആടെ വന്നിരുന്നിട്ട് പതുക്കെ കാടമുട്ടയിൽ അങ്ങോട്ട് തുടങ്ങിയ കാടമുട്ട ചെറിയൊരു കുരുമുളകിൻ്റെ കുത്തും, പിന്നെ മുളകിൻ്റെ ആ ഒരു എരിവും ആ ഒരു എണ്ണേൻ്റെ ചുഴയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ കഴിച്ചു നോക്കി. എന്നിട്ട് രാവിലെ അരച്ച് ചൂടുന്ന ആ ദോശേൻ്റെ ഇടയിൽ ചെറിയ കഷ്ണം ചിക്കൻ ഫ്രൈ എല്ലാം വെച്ചിട്ട് ഒരു 2 3 വട്ടം കഴിക്കുമ്പോഴത്തേക്കു ആ പെപ്പർ ചിക്കൻ്റെ കറിയില്ലേ അത് തീർന്നു പോയി. അപ്പാടനെ ആ പ്ലേറ്റുമായിട്ട് നേരെ നമ്മളെ നന്ദനൻ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഏട്ടാ കുറച്ച് പെപ്പർ ചിക്കൻ്റെ കറി ചോദിച്ചു തരാം. മൂപ്പർ ഒരു 2 സ്പൂൺ കറി അങ്ങോട്ട് ദോശേൻ്റെ സൈഡിലായിട്ട് അങ്ങോട്ട് ഒഴിച്ച് തന്നിട്ടുണ്ട്. പെപ്പർ ചിക്കനിലെ ആ പേരിനോട് 110% നീതി പുലർത്തിയൊരു കറിയായിരുന്നു അത് എന്നാണ് അത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ഈ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ചിക്കൻ ഫ്രൈക്ക് അങ്ങനെ ചൂടൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര ചൂടോടെയുള്ള ചിക്കൻ ഫ്രൈ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരും പോകണ്ട കേട്ടോ, അത് കിട്ടൂല. കാരണം നന്ദനൻ ചേട്ടൻ മൂപ്പരെ വീട്ടിൽ നിന്നാക്കിയിട്ടാണ് ഇവിടെയുള്ള എല്ലാ ഐറ്റംസും കൊണ്ടുവരുന്നത്. ആകെ ഇവിടുന്ന് സെറ്റ് ചെയ്യുന്നത് നമ്മളെ ആ കാടമുട്ടയില്ലേ അത് മാത്രമാണ്, ബാക്കിയെല്ലാം മൂപ്പര് വീട്ടിൽ നിന്നാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചിക്കൻ ഫ്രൈക്കും പിന്നെ കറിക്കൊന്നും അങ്ങനെ വലിയ ചൂടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു തട്ടുകട ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തട്ടുകടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. കുറച്ചും കൂടി ഒരു ഹോംലി ടേസ്റ്റാണ്. അപ്പോൾ 2 ദോശയും ഒരു കഷ്ണം പുട്ടും ഒരു പീസ് ചിക്കൻ ഫ്രൈയും ലേശം പെപ്പർ ചിക്കനും പിന്നെ ഒരു 5 കാടമുട്ടയാണ് ഇവിടുന്ന് കഴിച്ചത്. അതിൻ്റെ അകത്ത് ആ കാടമുട്ടയായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ താവക്കര കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ റോഡ് കയറി വാട് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഈ നന്ദനൻ ചേട്ടൻ്റെ തട്ടുകടയാണ്. നന്ദനൻ ചേട്ടൻ്റെ തട്ടുകടയിൽ നിന്ന് ആ എരുള്ളിയെല്ലാം കഴിച്ചിറങ്ങിയാലോ പിന്നെ ലേശം എന്തെങ്കിലും ഒരു തണുത്തത് കുടിക്കാനുള്ള ഒരു വല്ലാത്തൊരു തോന്നൽ. അപ്പോൾ അടനെ നേരെ കാർ എടുത്തിട്ട് നമ്മളെ പൂതപ്പാറയിലെ SA ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് പോയി, ജാബിർഖാൻ്റെ കടയിൽ. ആടെ പോയിട്ട് ആടുന്ന് ഒരു വിത്തൗട്ട് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഓർഡർ ചെയ്ത് 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. അതിൻ്റെ അകത്ത് മധുരം ഇടേണ്ട ഒരാവശ്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. മധുരം ഇട്ടില്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു മധുരമെല്ലാം ഉണ്ടായിരുന്നു, ആ ഫിഗിൻ്റെയും പിന്നെ ഈത്തപ്പഴത്തിൻ്റെ എല്ലാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ 2 3 ഫ്രണ്ട്സിനെല്ലാം കാണാനുണ്ടായിരുന്നു. അവരെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും സമയം ഏകദേശം രാത്രി ഒരു 7:30. നമ്മൾ ഇഷാമ വിളിച്ചിട്ടുണ്ടായിരുന്നു, മൂപ്പര് ഒരു പുതിയ ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട്, അപ്പോൾ ആടെ ഒരു വീഡിയോ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നേരെ ആടെ പോയി. ഇവിടെ എല്ലാ ഐറ്റംസും ബഡ്ജറ്റ് റേഞ്ചിലാണ്. ബർഗർ ഉണ്ട്, പിന്നെ ചിക്കൻ റാപ്പ് ഉണ്ട്, ഷവർമ ഉണ്ട്, ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, പിന്നെ അൽഫാം ഉണ്ട്, എല്ലാം ബഡ്ജറ്റ് റേഞ്ചിലാണ്. ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പം 10 പീസ് ഫ്രൈഡ് ചിക്കന് വെറും 379 രൂപയുള്ളൂ.
ജൂലൈ 21 തീയതി വരെയാണ് ഈ ഓഫർ ഉണ്ടാവുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഫ്രൈഡ് ചിക്കൻ അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ. സാധാരണ മിക്ക സ്ഥലത്തും സെർവ് ചെയ്യുന്ന പോലത്തെ മറ്റേ ഫ്രോസൺ ചിക്കൻ്റെ ഫ്രൈഡ് ചിക്കൻ അല്ല ഇവിടെ. രാവിലെ അറക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള കോഴിയില്ലേ, അതിനെക്കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രൈഡ് ചിക്കനാണ്. അതിന് നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ആ ഒരു ഫ്രോസൺ കോഴീൻ്റെ ഫ്രൈഡ് ചിക്കൻ്റെ ചുഴയല്ല കേട്ടോ, കുറച്ചും കൂടി ഒരു നാടൻ ചുഴയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടനെ. പിന്നെ ബ്രെഡിങ് ചില പീസിൻ്റെയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ ചിലതിന് കുറച്ചധികം കൂട്ടി, അതായത് കുറച്ചധികം ഉള്ള പോലെ എനിക്ക് തോന്നി. ഇനി ഞാനതവിടെ പറഞ്ഞു, അവൻ എന്തായാലും കറക്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വെറും 2 തവണ മാത്രമാണ് ഈ മയോണൈസിൽ ഞാൻ മുക്കിയത്. പിന്നെ മയോണൈസ് കൂട്ടാണ്ടാണ് കഴിച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. എന്തായാലും മയോണൈസിൽ നല്ലോണം എണ്ണ ഉണ്ടാവും. പിന്നെ വെറുതെ അറിഞ്ഞുകൊണ്ട് ആ എണ്ണ വയറ്റിലോട്ട് ആക്കണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ നല്ല തീറ്റയാണ് ഫ്രൈഡും പിന്നെ ജങ്കലായിട്ട്. പിന്നെ പറ്റുന്ന സാധനങ്ങൾ ഒഴിവാക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ ഫ്രൈഡ് ചിക്കൻ എനിക്കെന്തോ ഇഷ്ടമായിരുന്നു. ആ ഒരു ചുഴയെല്ലാം അടിപൊളിയായിരുന്നു, പെർഫെക്റ്റ്ലി ഫ്രൈഡ് ആയിരുന്നു, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടുന്ന് ബർഗറാണ് കഴിച്ചത്. ഇവിടെ 3 കിഡ്സ് ബർഗറിനൊക്കെ വെറും 99 രൂപയുള്ളൂ. പിന്നെ ഒരു ഡബിൾ ലെയറുള്ള പോലത്തെ ബർഗർ ആൻഡ് ഒരു കോക്കിനും കൂടിയിട്ട് 99 റുപ്യ. 3 ക്രിസ്പി റാപ്പിന് 99 റുപ്യ, 2 ക്രിസ്പി റാപ്പിന് 99 റുപ്യ, 3 ഷവർമയ്ക്ക് 99 റുപ്യ. പിന്നെ ഈ ചിക്കൻ അൽഫാം ഫുള്ളിന് 299 റുപ്യ റേറ്റ്. അപ്പോൾ ഒരു അൽഫാമും കഴിച്ച് നോക്കി. പിന്നെ ഒരു ചിക്കൻ റാപ്പ് ഒറ്റയടിക്കാൻ അങ്ങോട്ട് കഴിച്ച്, അത് അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കഴിച്ച് അൽഫാം ഉണ്ടല്ലോ, അത് കുറച്ച് നല്ല ഡ്രൈ ചെയ്യുന്നു. അത് ഞാൻ ഓനോട് പറഞ്ഞേരം പറഞ്ഞു ഞാൻ ഒന്നും കൂടെ എടുത്തേരാം, അതൊന്ന് കഴിച്ച് നോക്കുന്നു. അത് കുറച്ച് ജ്യൂസ് ചെയ്യാൻ, പക്ഷേ ഫ്ലേവർ അത്ര പോരെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ കാൾടെക്സിൻ്റെ അവിടെ ചേംബർ ഓഫ് കൊമേഴ്സിനോട് ചേർന്നിട്ടൊരു റോഡില്ലേ, ആ റോഡ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഫാമിലി വെഡിങ് സെൻറ്റർ, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ റിയൽ ഹൈപ്പർ മാർക്കറ്റ്, അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഫ്രൈഡ് എക്സ്പ്രസ് ആണ്.